ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിഡിലൻ ഓഫർ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഓഫർ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇന്ന് ഇരിക്കുന്നത് ആപ്പിൾ വാച്ച് SE സെക്കൻഡ് ജനറേഷനാണ് SE2. അപ്പം ഇതൊരു കിഡിലൻ പ്രൈസിലാണ് നമുക്ക് കിട്ടിയത്, ഒരു 17,000 രൂപ റേഞ്ചിൽ. അപ്പം നിങ്ങൾക്ക് പിന്നെ ഒരു 1,000 രൂപ ഡിസ്കൗണ്ടിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഓഫർ. ഇപ്പോൾ ഒരു അടിപൊളി ഓഫറാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ആമസോണിൽ കയറിയിട്ട് SE2 ഒന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു പ്രോഡക്റ്റ് കാണാൻ പറ്റും. ഒഫീഷ്യൽ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 20,999 രൂപയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു 1,000 രൂപയുടെ കൂപ്പൺ ഡിസ്കൗണ്ട് ഇതായി ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 4,000 രൂപ എക്സ്ട്രാ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും കാണാൻ പറ്റും കാർഡ് ഉപയോഗിക്കുന്ന ടൈമിൽ. അപ്പോൾ ടോട്ടൽ ഒരു 16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ പർച്ചേസ് ചെയ്ത ടൈമിൽ ആ 1,000 രൂപയുടെ കൂപ്പൺ ഓഫർ ഇല്ലായിരുന്നു. ഇപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യാനും കാരണം. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. സോ ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ഞാൻ കാണിക്കാം. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല, ചെറിയൊരു അൺബോക്സിങ്. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ്. അപ്പോൾ നേരെ അൺബോക്സിങ് കാണാൻ പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, കാരണം ആപ്പിൾ പ്രോഡക്റ്റ്സ് നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അൺബോക്സിങ്ങിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. സിമ്പിളായിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. ഫ്രണ്ടിൽ ജസ്റ്റ് ആപ്പിൾ വാച്ച് എന്നുണ്ട്, പിന്നെ സൈഡിൽ ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 30,000 രൂപയാണ് MRP വരുന്നത്. പിന്നെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഒന്നുമില്ല. ബാക്കിലാണെങ്കിൽ അതിൻ്റെ കളറും ഏതാണ് മോഡൽ എന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. GPS വരുന്ന മോഡലാണ്. കളർ നിങ്ങൾക്ക് ഇന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുകയായിട്ട് കാണാം. അപ്പോൾ കളർ ഏതാണെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. അതേപോലെ തന്നെ GPS വരുന്ന മോഡലാണ്, LTE വരുന്ന മോഡലല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സിങ് നോക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറക്കുക. അപ്പം കാരണം അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്, കാരണം സെയിം പാക്കിങ്ങിലാണ് ക്ലോൺ വാച്ചുകൾ ഇഷ്ടംപോലെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്യുവർ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒന്നും കുറവായിരിക്കും. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ അവരുടെ പല ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തും ഒക്കെ ആയിട്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുള്ളാണ്, നല്ല രസമുണ്ട് കാണാൻ. അതിനുശേഷം നമുക്ക് 2 പാക്കിംഗ് ആയിട്ടാണ് വരുന്നത്, സെപ്പറേറ്റ് 2 പാക്കിംഗ് ആയിട്ട്. അപ്പോൾ ഇത് സ്ട്രാപ്പിൻ്റെ പാക്കിംഗ് ആണ്. സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പീലിംഗ് ആണുള്ളത്, പീല് ചെയ്തെടുക്കാം. ഓക്കെ, അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ യഥാർത്ഥത്തിൽ. ഇനി ജസ്റ്റ് എടുക്കുക, സ്ട്രാപ്പ് പുറത്തോട്ട് എടുക്കുക. ഓക്കെ, അതിന് മുമ്പ് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. വേറെ ഒന്നും വരുന്നില്ല ഈ ഒരു പാക്കിങ്ങിനകത്ത്. സ്ട്രാപ്പും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന്, ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രാപ്പ് വരുന്നത്. ഇവിടെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു സ്ട്രാപ്പ് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഇത് ഫുൾ പെയറായിട്ടൊന്നുമില്ല, എക്സ്ട്രാ ഒരു സൈഡ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കളർ സ്ട്രാപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, എവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കത് മാറ്റാം. നെക്സ്റ്റ് നമുക്ക് വാച്ച് നോക്കാം. വാച്ചും സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് അൺബോക്സിങ്. അപ്പം ജസ്റ്റ് പീലൊന്ന്, ഓക്കെ, അതേപോലെ തന്നെ ഈ സൈഡും സെയിം രീതിയിൽ. വാച്ച് നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഓക്കെ, ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് മെയിനായിട്ട് വരുന്നത്. 40 mm ആണ് വരുന്നത്. അപ്പം ഇതൊരു ചെറിയ വാച്ചാണ്. SE സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ സീരീസാണ്. സ്ക്രീൻ സൈസ് തീരെ കുറവാണ്. ഇതാണ് വാച്ച്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു സ്ക്രീൻ സൈസാണ് വരുന്നത്. ഒരു കുഞ്ഞൻ വാച്ച് എന്ന ഒരു ഫീലാണ് കിട്ടുന്നത് കയ്യിലെടുക്കുന്ന ടൈമിൽ. പക്ഷേ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഫുള്ള് മെറ്റൽസ് ആണ് വരുന്നത്. അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീനും റെറ്റിന സ്ക്രീനാണ്. 40 mm ഡയലാണ് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം പിന്നെ എന്തൊക്കെ വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബോക്സിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചാർജർ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. അപ്പം ഇതാണ് ചാർജിങ് ഡോക്ക് വരുന്നത്. അതിനുശേഷം കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്നും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കാണാമായിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ സംസാരിക്കും. ഒരു യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ പോരായ്മകളുണ്ട്, അതല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങൾക്ക് ഒരു ദിവസം പ്രതീക്ഷിക്കാം. രാവിലെ നിങ്ങൾ ഫുൾ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ എല്ലാ ഓൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്ററിങ് കാര്യങ്ങളെല്ലാം ഫുൾ ടൈം വർക്കിംഗ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ദിവസം പ്രതീക്ഷിക്കാം. രാവിലെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകിട്ടൊരു 10% ബാക്കി നിൽക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടും. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 4-5 മാസത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് പിന്നെ നമ്മൾ ആപ്പിൾ വാച്ച് സീരീസ് 9 ലോഞ്ച് ചെയ്തപ്പോൾ ഒരു പുതിയ ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യുന്ന ടൈമിൽ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ. അപ്പം അത് ഇതിനകത്ത് വർക്ക് ചെയ്യും. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഫുൾ റിവ്യൂ ഒരു ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഓഫർ മസ്റ്റായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. എത്ര നാളത്തേക്ക് കാണുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ഇട്ട് ബൈ. ഇതിനകത്ത് ചാർജ് കുറവാണ്, അതൊന്ന് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ബൂട്ടപ്പ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു കിടിലും വീഡിയോ ഇടുന്നതായിരിക്കും. ബൈ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഓണായി വരുന്നുണ്ട്. ആപ്പിൾ ലോഗോ നിങ്ങൾക്ക് കാണാമായിരിക്കും. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് അത് വീഡിയോയ്ക്കകത്ത് അത്രയും രീതിയിൽ ക്വാളിറ്റിയിൽ കാണാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് ബൂട്ടാണ്. ചാർജിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ചാർജിങ് എന്നും പറഞ്ഞുകൊണ്ടുള്ള. അപ്പോൾ നോക്കാം, നമുക്ക് ചാർജ് കുറവാണ്. അൺബോക്സ് ചെയ്തെടുത്തതേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം ചാർജ് കയറിയിട്ട്. ഫുൾ റിവ്യൂവിനകത്ത് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണാം. സോ